ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നല്ലൊരു ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. കാരണം ഇതിൽ റൈസും ചിക്കനും എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു ചിക്കൻ പുലാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പേ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതുപോലൊരു കടായിലാണ് നമ്മൾ ഇന്ന് ചിക്കൻ പുലാവ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഈ ഒരു പാത്രം ചൂടാക്കുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 ഏലക്ക, ഏകദേശം ഒരു 4 ഗ്രാമ്പു, 1/4 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, ഒരു ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 3 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഈ ചിക്കൻ ഒന്ന് ചൂടാക്കി എടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ മാറി ചിക്കൻ ഒരു വൈറ്റ് കളർ ആകാൻ തുടങ്ങും. കൂടാതെ അതിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതുവരെ ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പുലാവിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല, തൈരിന്റെ ആ ഒരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതാ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ അത് നമ്മളിനി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരിയും ചിക്കനും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, കൂടി പോകാൻ പാടില്ല. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. ആ ഒരു സമയം കൊണ്ട് ചിക്കൻ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടും. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും റൈസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം. ബിരിയാണി പോലെ തന്നെ ഇതും നല്ല സ്മെല്ലാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ
നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ടൈം ഇതുണ്ടാക്കാൻ വേണ്ട. അപ്പോൾ നമ്മുടെ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചിക്കൻ പുലാവ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.